Welcome to BSc Main Physics, Semester 4, class number 43, Classical Mechanics Continuation. And today we start the Special Theory of Relativity. Special Theory of Relativity, Classical Mechanics for BSc Main Physics students, Semester 4, 43rd lecture, Special Theory of Relativity. So, as the beginning of the Special Theory of Relativity, we understand the origin and significance of Special Theory of Relativity. Origin and significance of Special Theory of Relativity. And this is a vast topic and that we write as a question for 2 marks. Origin and significance of Special Theory of Relativity. We write it briefly or we see it briefly. ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ആപേക്ഷിക സിദ്ധാന്തം, സ്പെഷ്യൽ തിയറി, അതിൻ്റെ ആരംഭം, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മീനിങ് എന്താണെന്ന് നമ്മൾ ചുരുക്കി പറയുക. 2 മാർക്കിൻ്റെ ഒരു ആൻസറായിട്ട് നമ്മൾ പറയുകയാണ് അവിടെ. ഒറിജിൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഒറിജിൻ ആരംഭം, സിഗ്നിഫിക്കൻസ് അതിൻ്റെ സാങ്കത്യം, അതിൻ്റെ മീനിങ് എന്താണെന്നാണ് പറയുന്നത്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ആപേക്ഷിക സിദ്ധാന്തം, അതിൻ്റെ സ്പെഷ്യൽ തിയറി. The theory of relativity was formulated by Albert Einstein, and that is in 1905. The theory of relativity was formulated by Albert Einstein. Later it was placed on a firm mathematical basis by Minkowski. The theory of relativity was formulated by Albert Einstein in 1905, and later it was placed on a firm mathematical basis ബൈ മിങ്കോസ്കി. അപ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. അത് പിന്നീട് അതിനൊരു സ്ട്രോങ് മാത്തമാറ്റിക്കലായിട്ടുള്ള അടിത്തറ, ഒരു സ്ട്രോങ് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൊടുത്തത് മിങ്കോസ്കി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. സ്പേസ്, ടൈം ആൻഡ് മാസ് ആർ പ്രൈമറി ക്വാണ്ടിറ്റീസ് ഇൻ മെക്കാനിക്സ്. ദേ ആർ ഇൻവേരിയൻ്റ് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഓർ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. Space, time, and mass are primary quantities in mechanics. They are invariant according to classical or Newtonian mechanics. Classical മെക്കാനിക്സിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. ന്യൂട്ടൺസ് ലോസ് വരുന്ന മെക്കാനിക്സ്, അതിനെ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയും. ക്ലാസിക്കൽ ഡൈനാമിക്സ്. ഈ ക്ലാസിക്കൽ മെക്കാനിക്സിൽ സ്പേസും അതുപോലെ ടൈമും മാസും, സ്പേസ് എന്ന് വെച്ചാൽ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ലെങ്ത് എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ലെങ്ത്, ടൈം, മാസ്, LTM, അല്ലെങ്കിൽ സ്പേസ്, ടൈം, മാസ്, RTM, ഈ മൂന്ന് ക്വാണ്ടിറ്റികളും മാറ്റമില്ലാത്തതാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ. ക്ലാസിക്കൽ മെക്കാനിക്സിൽ സ്പേസിനും ടൈമിനും മാസിനും നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊന്നിലേക്ക് പോയാൽ മാറ്റമില്ല. മറ്റൊരു ഫ്രെയിമിലേക്ക് മാറിയാൽ, മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറിയാൽ മാറ്റമില്ല. അവ അബ്സൊല്യൂട്ട് ക്വാണ്ടിറ്റിയാണ്, ഇൻവേരിയൻ്റ് ആണ്, മാറ്റമില്ലാത്തതാണ് എന്നാണ് ഈ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ രീതി. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പറയുന്നത് അങ്ങനെയാണ്. സ്പേസ്, ടൈം, മാസ് എല്ലാം മാറ്റമില്ലാത്ത പ്രാഥമിക അളവുകളാണ്. എന്നാൽ ഐൻസ്റ്റീനിയൻ മെക്കാനിക്സിൽ, റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സിൽ അങ്ങനെയല്ല, അവ വേരിയൻ്റ് ആണെന്ന് പറയും ചില കണ്ടീഷൻ അനുസരിച്ച്. Einstein's theory showed that these primary quantities are only relative and are not absolute. As a result, the theory of relativity directly contradicts with the fundamental concepts of classical mechanics. Einstein's theory showed that these primary quantities are only relative and are not absolute. As a result, the theory of relativity directly contradicts with the fundamental concepts of classical mechanics. ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി പറഞ്ഞതാണ്, തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നതാണ്, ഈ പ്രൈമറി ക്വാണ്ടിറ്റീസ് ആയിട്ട് പറഞ്ഞ ഈ സ്പേസ്, ടൈം, മാസ്, ഇവ മൂന്നും റിലേറ്റീവാണ്, ആപേക്ഷികമാണ്. അവ അബ്സല്യൂട്ട് അല്ല, അവ ഇൻവേരിയൻ്റ് അല്ല, അവ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഐൻസ്റ്റീൻ പറയുന്നത് ഈ തിയറിയിൽ. ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്നുള്ള ഒരു പ്രകടമായ മാറ്റമാണ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ സ്പേസ്, ടൈം, മാസ് എല്ലാം അബ്സല്യൂട്ടാണ്. ഐൻസ്റ്റീൻ പറയും അവയൊന്നും അബ്സല്യൂട്ട് അല്ല, അവ വേരിയൻ്റ് ആണ്,
അവയ്ക്ക് മാറ്റമുണ്ടാകാം. As a result, the theory of relativity directly contradicts with the fundamental concepts of classical mechanics. അപ്പോൾ ഈ മാറ്റമുള്ളതാണ് ഈ സ്പേസ് ടൈം മാസ് എന്ന് പറയുമ്പോൾ അത് ന്യൂട്ടൺ മെക്കാനിക്സ് ക്ലാസിക്കൽ മെക്കാനിക്സുമായിട്ട് ഒരു എതിർപ്പ്, ഒരു കോൺട്രഡിക്ഷൻ, ഒരു ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് തോന്നാം. ഡയറക്ട്ലി കോൺട്രഡിക്ട്സ്, അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിനെ എതിർക്കുന്നതായിട്ട് തോന്നാം. പക്ഷെ അത് അങ്ങനെയല്ല പിന്നീട് സ്ഥാപിക്കുന്നത്. ഈ ലോ സ്പീഡാണെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ശരിയാണ്, ഹൈ സ്പീഡിലാണ് ഈ പാർട്ടിക്കിളിലേക്ക് ഹൈ സ്പീഡിലാണ്, വസ്തുക്കളുടെ ഹൈ സ്പീഡിലാണ് ഈ കോൺട്രഡിക്ഷൻ പ്രകടമാകുന്നത്. ലോ സ്പീഡിൽ ഈ ക്ലാസിക്കൽ മെക്കാനിക്സും ഐൻസ്റ്റീൻ മെക്കാനിക്സും ഒന്നായിട്ട് തന്നെ മാറും. നമ്മൾ 1-2 സെൻറ്റൻസ് കൂടി ചേർക്കുകയാണ് ഒരു അഡീഷനായിട്ട്. പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു. ഇനി 1-2 സെൻറ്റൻസ് കൂടി ഈ ഒറിജിൻ ആൻഡ് സിഗ്നിഫിക്കൻസ് എൻ്റെ കൂടെ ചേർക്കുകയാണ്. എത്ര വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ ചുരുക്കാം. ഐൻസ്റ്റീൻസ് ഒറിജിനൽ സ്പെഷ്യൽ തിയറി ഈസ് ബേസ്ഡ് ഓൺ 2 പോസ്റ്റുലേറ്റ്സ്. 2 അടിസ്ഥാന പ്രമാണങ്ങളെ ആസ്പദമാക്കിയാണ് ഐൻസ്റ്റീൻ തിയറി ആവിഷ്കരിച്ചത്. ഐൻസ്റ്റീൻസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ 2 പോസ്റ്റുലേറ്റ്സ്, 2 അടിസ്ഥാന പ്രമാണങ്ങൾ. നമ്പർ 1, the laws of physics are invariant in all inertial systems. എല്ലാ ഇനർഷ്യൽ സിസ്റ്റംസിലും എല്ലാ ഇനർഷ്യൽ ഫ്രെയിംസിലും ഈ ലോസ് ഓഫ് ഫിസിക്സിന് മാറ്റമില്ല. ഇതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. രണ്ടാമത്തത്, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് ദ സെയിം ഫോർ ഓൾ ഒബ്സർവേഴ്സ് റിഗാർഡ്ലെസ് ഓഫ് ദി മോഷൻ ഓഫ് ദി ലൈറ്റ് സോഴ്സ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഒരു അബ്സല്യൂട്ട് കോൺസ്റ്റൻ്റ് ആണ്. ഏത് ഫ്രെയിമിലിരുന്ന് നോക്കിയാലും, ഒരു ഇനർഷ്യൽ ഫ്രെയിം അല്ലെങ്കിൽ നോൺ ഇനർഷ്യൽ ഫ്രെയിം, ഏത് ഫ്രെയിമിലും ഇരുന്ന് നോക്കിയാലും സ്പീഡ് ഓഫ് ലൈറ്റിന് യാതൊരു മാറ്റവുമില്ല. അതെപ്പോഴും കോൺസ്റ്റൻ്റാണ്. സി എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് കോൺസ്റ്റൻ്റാണ് എന്ന് പറയുന്നതാണ് ഈ ഐൻസ്റ്റീൻസ് തിയറിയുടെ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്. അപ്പോൾ ഇവ രണ്ടിനെ ഇത് നമ്മൾ പ്രത്യേകം ഇനി പറയുന്നുണ്ട്. ഇവ രണ്ടിനെയാണ് ഈ തിയറി ഓഫ് റിലേറ്റിവിറ്റി, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ പോസ്റ്റുലേറ്റുകളായിട്ട് പറയുന്നത്. അപ്പം അത് പ്രത്യേകം നമ്മൾ ഹെഡിങ് കൊടുക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, സ്റ്റേറ്റ് ദി 2 പോസ്റ്റുലേറ്റ്സ് ഓഫ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് ചോദിച്ചാൽ ഇവ രണ്ടുമാണ് പറയേണ്ടത്. സ്റ്റേറ്റ് ദി 2 പോസ്റ്റുലേറ്റ്സ് ഓഫ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. വാട്ട് ആർ ദേ? The laws of physics are invariant in all inertial systems. Number 2, the speed of light in vacuum, in a vacuum or in vacuum, is the same for all observers regardless of the motion of the light source. The theory was the special theory of relativity. The special theory of relativity was originally proposed in 1905, and that is by Albert Einstein. As of today, special theory of relativity is the most accurate model of motion at any speed. Even so, the Newtonian mechanics model is still useful due to the simplicity and high accuracy as an approximation at small velocities related to the speed of light. You understand the meaning? As of today, special theory of relativity, special relativity is the most accurate model of motion at any speed. Even so, the Newtonian mechanics model is still useful due to its simplicity and high accuracy as an approximation at small velocities related to the speed of light. എല്ലാ സ്പീഡ് ഓഫ് ലൈറ്റിലും അല്ലെങ്കിൽ എല്ലാ സ്പീഡുകളിലും, വസ്തുക്കളെ എല്ലാ സ്പീഡുകളിലും ഐൻസ്റ്റീനിയൻ മെക്കാനിക്സ് വാലിഡാണ്. ലോ സ്പീഡായാലും ഹൈ സ്പീഡായാലും. എന്നാൽ ലോ സ്പീഡിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ് നമ്മൾ പറയുന്നത്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ശരിയാണ്. അതായത് ഐൻസ്റ്റീൻ മെക്കാനിക്സ് പാർട്ടിക്കിൾസിൻ്റെ ആ ലോ സ്പീഡിൽ അത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആയിട്ട് മാറും. അപ്പോൾ ലോ സ്പീഡിൽ നമ്മൾ പാർട്ടിക്കിളിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഐൻസ്റ്റീനിയൻ മെക്കാനിക്സിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം ന്യൂട്ടൺസ് മെക്കാനിക്സ് ആണ്, ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. കാരണം അതിനകത്ത് ഈ ക്ലാസിക്കൽ മെക്കാനിക്സ്, ന്യൂട്ടൺ മെക്കാനിക്സ് വളരെ സിമ്പിളാണ്.
വളരെ കൃത്യമാണ്, കാൽക്കുലേഷൻ വളരെ കൃത്യമാണ്. ഐൻസ്റ്റൈൻ മെക്കാനിക്സിന് പോലെ ആ കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ ന്യൂട്ടൺസ് മെക്കാനിക്സിനില്ല. അപ്പം ലോ സ്പീഡ് ആകുമ്പോൾ ഐൻസ്റ്റൈൻ മെക്കാനിക്സ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആയിട്ട് മാറുകയും ആ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ സിംപ്ലിസിറ്റിയും ആക്യുറസിയും മൂലം അത് ഇപ്പോഴും വൈഡായിട്ട് നമ്മൾ ഈ ഡൈനാമിക്സിൽ അപ്ലൈ ചെയ്യാറുണ്ട്, മെക്കാനിക്സിൽ അപ്ലൈ ചെയ്യാറുണ്ട്. മെക്കാനിക്സിലെ പ്രോബ്ലം എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് കാര്യമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം അത് വളരെ ആക്യുറേറ്റ് ആണ്, സിമ്പിളാണ്. ഒറ്റ കണ്ടീഷൻ മാത്രം, പാർട്ടിക്കിൾ ഇപ്പോൾ ക്രിക്കറ്റ് ബോൾ അല്ലെങ്കിൽ ബില്യാർഡ് ബോൾ അല്ലെങ്കിൽ ഷോട്ട് ഫ്രം എ ഗൺ അത്തരം സ്പീഡുകളായിരിക്കണം, ചെറിയ സ്പീഡുകളായിരിക്കണം. ഇപ്പോൾ ലൈറ്റിൻ്റെയൊക്കെ സ്പീഡെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇപ്പോൾ അറ്റോമിക് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അറ്റോമിക് പാർട്ടികൾ, അതിൻ്റെ സ്പീഡ് 10⁶, 10⁶, 10�7 ഓർഡറിൽ വരും. അത്തരം കേസിൽ ഈ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വാലിഡ് ആകില്ല. അവിടെ നമ്മൾ ഐൻസ്റ്റൈൻ മെക്കാനിക്സ്, റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ചുരുക്കി 2 മാർക്കിൽ എഴുതാവുന്നതാണ്. എല്ലാ എഴുതിലും കുറച്ച് സെൻറ്റൻസ് പറഞ്ഞാൽ മതി. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. റൈറ്റ് എ നോട്ട് ഓൺ ഒറിജിൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. നിങ്ങൾ പുസ്തകമൊക്കെ വായിക്കുകയാണെങ്കിൽ കൂടുതൽ മാറ്റർ കിട്ടും. ഇപ്പോൾ കൂടുതൽ മാറ്ററൊന്നും പരീക്ഷാ പോയിന്റിൽ വേണ്ട, വളരെ ചുരുക്കി പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്, ആ മോളിൽ കൊടുത്തിരിക്കുന്നത് തന്നെ എല്ലാം നിങ്ങൾ എഴുതിയാലും കുഴപ്പമില്ല. ആദ്യത്തെ 2 സ്ലൈഡിലുള്ളത് എഴുതിയാലും മാർക്ക് കിട്ടും. റൈറ്റ് എ നോട്ട് ഓൺ ഒറിജിൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഇനി നമ്മൾ പഠിക്കുന്നത് ന്യൂട്ടോണിയൻ റിലേറ്റിവിറ്റി, അങ്ങനെ ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ ന്യൂട്ടൺ റിലേറ്റിവിറ്റി ഒന്നും ഇല്ല. ഇപ്പം ന്യൂട്ടോണിയൻ റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഈ ഗലീലിയൻ ഇൻവേരിയൻസ് എന്ന് പറയും. ന്യൂട്ടോണിയൻ റിലേറ്റിവിറ്റിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗലീലിയൻ ഇൻവേരിയൻസ്. അതായത് ലോ സ്പീഡിൽ വസ്തുക്കളുടെ മാസിന് ഒന്നും മാറ്റമില്ല എന്ന് പറയുന്നതാണ്. You see, what is Galilean invariance? Newton's laws are formulated from experiments with the big bodies such as billiard balls shot from a gun, etc., which have much less speed. However, if the velocity is of the order of c, new concepts are required and Newton's laws are to be modified. അപ്പോൾ നമ്മൾ ഈ ന്യൂട്ടോണിയൻ റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ഗലീലിയൻ ഇൻവേരിയൻസ് എന്താണെന്ന് പറയുകയാണ്. ന്യൂട്ടൺസ് ലോസ് ആർ ഫോർമുലേറ്റഡ് ഫ്രം എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ബിഗ് ബോഡീസ് സച്ച് ആസ് ബില്യാർഡ് ബോൾസ് ഷോട്ട് ഫ്രം എ ഗൺ, എക്സെട്ര, വിച്ച് ഹാവ് മച്ച് ലെസ് സ്പീഡ്. ഇപ്പോൾ സ്പീഡ് കുറവുള്ള ബില്യാർഡ് ബോൾസ് അല്ലെങ്കിൽ ഷോട്ട് ഫ്രം എ ഗൺ അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോൾ മൂവിങ്, ഇവയുടെയൊക്കെ സ്പീഡ് വെച്ചിട്ടാണ് നമ്മൾ ന്യൂട്ടൺസ് മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്യുക, ന്യൂട്ടൺസ് ലോസ്. എന്നാൽ ഹവർ ഇഫ് ദി വെലോസിറ്റി ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് സി, എന്നാൽ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി സിയുടെ ഓർഡറിൽ, സി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 3 × 10⁸ മീറ്റർ/സെക്കൻഡ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ആ സ്പീഡിൽ എത്തുകയാണെങ്കിൽ പുതിയ കൺസെപ്റ്റുകൾ ആവശ്യമാണ്, പുതിയ കൺസെപ്റ്റുകൾ വേണ്ടിവരും. ന്യൂട്ടൺസ് ലോസ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടി വരും. വസ്തുക്കളുടെ പാർട്ടിക്കിൾസിൻ്റെ സ്പീഡ് കൂടി സിയുടെ അടുത്ത് എത്താറാകുമ്പോൾ, സിക്ക് അപ്പുറത്തൊരു സ്പീഡില്ല, സിയുടെ അടുത്ത് എത്താറാകുമ്പോൾ നമുക്ക് ന്യൂട്ടൺസ് ലോസിന് ഒരു മാറ്റം വേണ്ടി വരും. അന്നേരം അത് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് ആയിട്ട് മാറും. The fact that one can talk of relative velocity between 2 inertial systems and not of absolute velocity of a frame is called Newtonian relativity. The fact that one can talk of relative velocity between 2 inertial systems and not of absolute velocity
ഓഫ് എ ഫ്രെയിം ഈസ് കോൾഡ് ന്യൂട്ടൺ റിലേറ്റിവിറ്റി. അതായത് അബ്സൊല്യൂട്ട് ഫ്രെയിം അല്ലെങ്കിൽ ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല, അബ്സൊല്യൂട്ട് വെലോസിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല, ഉള്ളതെല്ലാം റിലേറ്റീവ് വെലോസിറ്റിയാണ് എന്ന് പറയുന്നതിനാണ് നമ്മൾ ന്യൂട്ടോണിയൻ റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. ദ ഫാക്ട് ദാറ്റ് വൺ ക്യാൻ ടോക്ക് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി, റിലേറ്റീവ് വെലോസിറ്റിയെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ ബിറ്റ്വീൻ ടു ഇനർഷ്യൽ സിസ്റ്റംസ് ആൻഡ് നോട്ട് ഓഫ് അബ്സൊല്യൂട്ട് വെലോസിറ്റി. അബ്സൊല്യൂട്ട് വെലോസിറ്റിയെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. അബ്സൊല്യൂട്ട് വെലോസിറ്റി അല്ലെങ്കിൽ ഒരു ഇനർഷ്യൽ സിസ്റ്റം, ഒരു ഫുള്ളി ഇനർഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നില്ല, അതൊരു കൺസെപ്റ്റാണ് എന്ന് പറയുന്നതിനാണ് നമ്മൾ ന്യൂട്ടോണിയൻ റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് യൂഷ്വലി റെഫേർഡ് ടു ആസ് ഗലീലിയൻ ഇൻവേരിയൻസ്. അപ്പം ഇതിനെ, ഈ ന്യൂട്ടോണിയൻ റിലേറ്റിവിറ്റിയെ സാധാരണ വിളിക്കുന്ന പേരാണ് ഗലീലിയൻ ഇൻവേരിയൻസ്. Galilian invariance states that basic laws of physics are invariant in form. ആ ടൈംസ് വിട്ടിരിക്കുകയാണ്. invariant in form in two reference systems. Different അല്ല, two reference systems connected by Galilean transformations. That is, basic laws of mechanics do not change under Galilean transformations. ഇപ്പം മെക്കാനിക്സിലെ അടിസ്ഥാന നിയമങ്ങൾ മാറില്ല എന്നുള്ളതാണ്. ബേസിക് ലോസ് ഓഫ് മെക്കാനിക്സ് ഡി നോട്ട് ചേഞ്ച് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫർമേഷൻ. ഗലീലിയൻ ട്രാൻസ്ഫർമേഷൻ പ്രകാരം ഈ ബേസിക് ലോസിന് മാറ്റമുണ്ടാകത്തില്ല. ഗലീലിയൻ ഇൻവേരിയൻസ് സ്റ്റേറ്റ്സ് ദാറ്റ് ബേസിക് ലോസ് ഓഫ് ഫിസിക്സ് ആർ ഇൻവേരിയൻറ്റ്. അടിസ്ഥാന തത്വങ്ങളെല്ലാം മാറ്റമില്ലാതെ തുടരും. രണ്ട് റഫറൻസ് ഫ്രെയിം എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ അടിസ്ഥാന പ്രമാണങ്ങൾ എല്ലാം മാറ്റമില്ലാതെ തുടരും എന്ന് പറയുന്നതാണ് ഗലീലിയൻ ട്രാൻസ്ഫർമേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ നമുക്ക് ചോദിക്കാം: എക്സ്പ്ലെയിൻ ന്യൂട്ടോണിയൻ റിലേറ്റിവിറ്റി ഓർ വാട്ട് ഈസ് ഗലീലിയൻ ഇൻവേരിയൻസ്. വായിച്ച് നോക്കുക, ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ച് നോക്കുക. ഇത് നമ്മൾ പറയുന്നത് ഈതർ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ഈതർ ഹൈപ്പോത്തിസിസ് അത് ഈ വേവ് തിയറി വന്നപ്പോഴുള്ള ഒരു സങ്കല്പമാണ്. വേവ് തിയറിയിൽ പറയുന്നത് ലൈറ്റ് ഒരു തരംഗമാണ്, ലൈറ്റിന് സഞ്ചരിക്കാനൊരു മാധ്യമം വേണം, എല്ലായിടവും നിറഞ്ഞൊരു മാധ്യമം, അങ്ങനെ ഒരു മാധ്യമം, ഒരു മീഡിയം സങ്കല്പിക്കും. കാരണം വേവിന് പോകാനായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് അല്ലാത്ത, അന്ന് ഇലക്ട്രോമാഗ്നറ്റിക് കൺസെപ്റ്റ് ഇല്ല, സാധാരണ മെക്കാനിക്കൽ വേവിന് പോകാനായിട്ടൊരു മാധ്യമം വേണം. അപ്പം അങ്ങനെ ഒരു ലൈറ്റ് ഒരു വേവായിട്ട് വിചാരിച്ചിട്ട് അതിനൊരു മാധ്യമം സങ്കല്പിക്കും വേവ് തിയറിയിൽ. ആ മാധ്യമത്തെ, മീഡിയത്തെ വിളിക്കുന്ന പേരാണ് ഈതർ എന്ന് പറയും. ഈതർ. ഇപ്പോൾ വാട്ടറിലേക്ക് നമുക്കറിയാം തരംഗം പോകുന്നത് കാണാം, വാട്ടറാണ് മീഡിയം. എയറിലൂടെ സൗണ്ട് പോകും, എയർ മീഡിയമാണ്. അതുപോലെ ലൈറ്റ് വേവ് ഇലക്ട്രോമാഗ്നറ്റിക് കൺസെപ്റ്റ് വരുന്ന മുമ്പ് ലൈറ്റ് വേവ് ഒരു മെക്കാനിക്കൽ വേവ് പോലെ ഒന്നാണ്, അതുകൊണ്ട് സഞ്ചരിക്കാൻ ഒരു മാധ്യമം വേണം. അങ്ങനെ ഒരു മാധ്യമം ആദ്യം വിചാരിക്കും, അതിനെ വിളിക്കുമ്പോൾ ഈതർ, ETHER, ഈതർ. അതൊരു സാങ്കല്പിക മീഡിയമാണ്, അതിൻ്റെ എക്സിസ്റ്റൻസ് തെളിയിക്കാനായില്ല. അപ്പോൾ ഈതർ എന്ന് പറയുന്ന മാധ്യമം വെച്ചിട്ടാണ് ഈ ലൈറ്റ് വേവിൻ്റെ പ്രൊപ്പഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നീട് ക്ലർക്ക് മാക്സ്വെല്ലാണ് ആ കൺസെപ്റ്റ് മാറ്റി ലൈറ്റ് വേവ് ഇലക്ട്രോ മാഗ്നറ്റിക് ആണെന്നും അതിന് മീഡിയം വേണ്ടി വരില്ല എന്നും പറഞ്ഞത്. അതോടുകൂടി ഈതർ എന്ന് പറയുന്ന ആ മാധ്യമത്തിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലാതായി. എങ്കിലും അത് നമ്മൾ ആദ്യകാലത്ത് ഉപയോഗിച്ച രീതി മനസ്സിലാക്കാനായിട്ടാണ് ഈതർ ഹൈപ്പോത്തിസിസ് പറയുന്നത്. അപ്പോൾ ഈതർ ഒരു സാങ്കല്പിക മാധ്യമമാണ്. പക്ഷെ അതിനെപ്പറ്റി ഈ വേവ് തിയറിയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. വേവ് തിയറിയിൽ ഒരു കൺസെപ്റ്റ് വന്നിരുന്നു, അതാണ് ഇവിടെ പറയുന്നത്, ഈതർ ഹൈപ്പോത്തിസിസ്. ഇറ്റ് വാസ് ഒറിജിനലി assumed that electromagnetic waves must propagate in some medium. This medium is called ether. Ether permeates all space and is. അതായത് വേവ് തിയറി ആവിഷ്കരിച്ചപ്പോൾ, കാരണം ന്യൂട്ടൻ്റെ കോർപ്പസ്കുലർ തിയറിയുടെ പിശക് പരിഹരിക്കാൻ വേണ്ടിയാണ് ക്രിസ്റ്റ്യൻ ഹൈജൻസ് വേവ് തിയറി കൊണ്ടുവന്നത്. അപ്പോൾ വേവ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു മാധ്യമം വേണം, അതിനാണ് ഈതർ സങ്കല്പം ഉണ്ടാക്കിയത്.
അതാണ് പറയുന്നത്. ഇറ്റ് വാസ് ഒറിജിനലി അസ്യൂംഡ് ദാറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് മസ്റ്റ് പ്രൊപ്പഗേറ്റ് ഇൻ സം മീഡിയം. ദിസ് മീഡിയം ഈസ് കോൾഡ് ഈതർ. ഈതർ പെർമിയേറ്റ്സ് ഓൾ സ്പേസ്. ഈതർ എല്ലായിടവും നിറഞ്ഞിരിക്കും. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ ഒരു മീഡിയമായിട്ടാണ് ഈതറിനെ കരുതിയത്. യഥാർത്ഥത്തിൽ ഈതർ ഇല്ല എന്നുള്ള കാര്യം അവസാനമാണ് നമ്മൾ പറയുന്നത്. പെർമിയേറ്റ്സ് the entire space and it is a massless medium. ഒരു മാസ് ഇല്ലാത്ത മാധ്യമം. വാട്ടറിനൊക്കെ ആണെങ്കിൽ മാസ് ഉണ്ടല്ലോ, ഇതിന് മാസില്ലെന്നാണ് സങ്കല്പം. There are two different alternatives for either hypothesis. ഈതർ ഹൈപ്പോസിസിന് രണ്ട് പ്രത്യേക ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, രണ്ട് തരത്തിൽ സങ്കല്പങ്ങളുണ്ട്. അതിങ്ങനെയാണ്. നമ്പർ 1, ദ സ്റ്റേഷനറി ഈതർ ഹൈപ്പോസിസ്. നിശ്ചലമായിട്ട് ഹൈപ്പോസിസ്. ഈതർ ഒരിക്കലും അനങ്ങാറില്ല. ഈതർ ഇങ്ങനെ പ്രപഞ്ചം മുഴുവൻ നിൽക്കുകയാണ്, ഈ കാറ്റ് പോലെ ഒഴിയൊന്നും നടക്കാറില്ല എന്നുള്ള സങ്കല്പം. അക്കോർഡിംഗ് ടു ദിസ് ഹൈപ്പോസിസ്, ഈതർ ഈസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ബോഡീസ് മൂവിങ് ത്രൂ ഇറ്റ്. എ റഫറൻസ് ഫ്രെയിം അറ്റാച്ച്ഡ് ടു ഈതർ ഈസ് കോൾഡ് ഈതർ ഫ്രെയിം ഓർ റെസ്റ്റ് ഫ്രെയിം. അപ്പോൾ ഈതർ എന്ന് പറഞ്ഞാൽ ഈ മറ്റു മീഡിയം പോലെ വെള്ളം അല്ലെങ്കിൽ വായു പോലെയുള്ള ഒഴുകുന്ന മീഡിയം അല്ല. അതിങ്ങനെ സ്റ്റേഷനായിട്ട് നിൽക്കുകയാണ്, നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈതർ ഫ്രെയിമിൽ ഈതറിനെ അറ്റാച്ച് ചെയ്ത് നമ്മൾ ഒരു ഫ്രെയിം വിചാരിച്ചാൽ അത് റെസ്റ്റ് ഫ്രെയിമാണ്, ഒരു അബ്സൊല്യൂട്ട് ഫ്രെയിമാണ് എന്ന് സങ്കല്പിക്കുക. അബ്സൊല്യൂട്ട് ഫ്രെയിം. ഇൻ ദിസ് ഫ്രെയിം the velocity of light is always same. ഈ അബ്സൊല്യൂട്ട് ഫ്രെയിമിൽ, ഈതർ ഫ്രെയിമിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് സി ആണ്. പിന്നെ രണ്ടാമത് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഈതർ കൺസെപ്റ്റ് ഇതാണ്. ഈതർ ഡ്രാ ഹൈപ്പോത്തിസിസ്. അതായത് വസ്തുക്കൾ പോകുമ്പോഴേ ആ വസ്തുക്കൾ ഈതറിനെ വലിച്ചുകൊണ്ട് പോകും എന്ന് പറയുന്നതാണ് ഈതർ ഡ്രാ ഹൈപ്പോത്തിസിസ്. ദിസ് സ്റ്റേറ്റ്സ് ദാറ്റ് ഈതർ ഈസ് ഡ്രാഗ്ഡ് along with the bodies which move through it. ഈതറിലൂടെ പോകുന്ന വസ്തുക്കൾ ഈതറിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകും, വലിച്ചുകൊണ്ട് പോകും എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഈ രണ്ടും ഹൈപ്പോത്തിസാണ്, സങ്കല്പമാണ്, പിന്നീട് പ്രൂഫ് കിട്ടാത്ത കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ഈതർ ഡ്രാഗ് ഹൈപ്പോത്തിസിസ് ഓർ ഈതർ ഹൈപ്പോത്തിസിസ്. ഇത് മൊത്തം പറഞ്ഞാൽ ഇപ്പം വേവ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈതർ മീഡിയം ആവശ്യമാണ്. അപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എക്സ്പെരിമെൻ്റാണ് മൈക്കേഴ്സൺ മോർലി എക്സ്പെരിമെൻ്റ് എന്ന് പറയും. മൈക്കേഴ്സൺ മോർലി എക്സ്പെരിമെൻ്റ് അത് ഈതർ എന്ന് പറയുന്ന ഈ മാധ്യമത്തിൻ്റെ എക്സിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയുള്ള പരീക്ഷണമാണ്. ഈതറിനെ വിളിക്കുന്ന പേരാണ് ഒരു യൂണിവേഴ്സൽ ഫ്രെയിം, അബ്സൊല്യൂട്ട് ഫ്രെയിം, റെസ്റ്റ് ഫ്രെയിം. ഇത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് സങ്കല്പമാണ്. വസ്തുക്കൾ ചലിച്ചാൽ അത് അനങ്ങാതിരിക്കും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, വസ്തുക്കൾ പോയാൽ ഇവ കൂടെ പോവും എന്ന് പറയുന്ന വേറൊരു കൺസെപ്റ്റ്. അപ്പോൾ റെസ്റ്റ് ഫ്രെയിം ആയിട്ട് വിചാരിച്ചിരുന്നതാണ് അബ്സൊല്യൂട്ട് ഫ്രെയിമാണ്. ഈ ഈതർ നിലവിലുണ്ടോ, ഈതർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഈതറിനെ കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമം, സെർച്ച് ഫോർ യൂണിവേഴ്സൽ ഫ്രെയിം, സെർച്ച് ഫോർ ഈതർ, അത് വലിയൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തെ നമ്മൾ മൈക്കേഴ്സൺ മോർലി എക്സ്പെരിമെൻ്റ് എന്ന് പറയും. അതാണ് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ പറയുന്നത്, മൈക്കേഴ്സൺ മോർലി എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ മൈക്കേഴ്സൺ മോർലി എക്സ്പെരിമെൻറ്റ് ചിലപ്പോൾ ലെങ്തിയാണ്, അത് 2 ക്ലാസ് കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ലെങ്തി ടോപ്പിക്കാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് മൈക്കേഴ്സൺ മോർലി എക്സ്പെരിമെൻ്റാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈതറിൻ്റെ എക്സിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അവരാണ് തെളിയിച്ചത് പരീക്ഷണത്തിലൂടെ. ഈതർ എന്ന് പറയുന്ന മാധ്യമം ഇല്ലെന്ന്, ഈതർ എന്ന് പറയുന്ന ഒരു മാധ്യമം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അവരാണ് തെളിയിച്ചത്. പക്ഷെ അവർ എക്സ്പ്ലെയിൻ ചെയ്തില്ല, അവർക്ക് വിശദീകരണമില്ല. ഈതറില്ലെന്ന് പരീക്ഷണത്തിലൂടെ അവർ കണ്ടുപിടിച്ചെങ്കിലും ഈതർ കൺസെപ്റ്റിൻ്റെ ശരിയായ എക്സ്പ്ലനേഷൻ കൊടുത്തത്, അല്ലെങ്കിൽ മൈക്കേഴ്സണും മോർലിക്കും കിട്ടിയ റിസൾട്ടിൻ്റെ ശരിയായ എക്സ്പ്ലനേഷൻ കൊടുത്തത് മറ്റു പലരാണ്. അവർക്ക് ഈതറില്ല എന്നുള്ള രീതിയിലാണ് ഐഡിയ കിട്ടിയത്. പക്ഷെ അതിൻ്റെ എക്സ്പ്ലനേഷൻ സാറ്റിസ്ഫാക്ടറി ആയിട്ട് കൊടുത്തത് മറ്റ് ചില സയൻറ്റിസ്റ്റുകളാണ്. അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതാണ്, അപ്പോൾ ഫസ്റ്റ് ലെക്ചർ ഇതാണ്. അടുത്തത് മൈക്കേഴ്സൺ മോർലി എക്സ്പെരിമെൻ്റ് ആണ്. അത് 2 ക്ലാസ്സിലേ തരുള്ളൂ. മൈക്കേഴ്സൺ മോർലി. That is all with our first lecture on special theory of relativity. പ്രധാനമായിട്ടും ഒരു 3 ഷോർട്ട് ആൻസറാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. That is all. Thank you.